ചരിത്രപ്രസിദ്ധമായ ചെട്ടിക്കുളങ്ങര കുംഭഭരണി മഹോത്സവം നാളെ. അമ്പരചുംബികളായ കെട്ടുകാഴ്ചകൾ ദൃശ്യവിസ്മയമൊരുക്കുന്ന കുംഭഭരണി ഉത്സവം ഓണാട്ടുകരയുടെ ഐക്യവും കരുത്തും വിളിച്ചോതുന്നതാണ്. ഉത്സവത്തോടനുബന്ധിച്ച് 13 കരകളിൽ നിന്നുള്ള കെട്ടുകാഴ്ചകൾ ക്ഷേത്രത്തിലെ കാഴ്ചക്കണ്ടത്തിൽ അണിനിരക്കും. കെട്ടുകാഴ്ചകളുടെ ആകർഷണീയത കൊണ്ട് ലോക ജനശ്രദ്ധ നേടിയ ചെട്ടിക്കുളങ്ങര കുംഭഭരണി മഹോത്സവത്തിന്റെ ആവേശത്തിലാണ് ഓണാട്ടുകര. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട 13 കരകളിൽ നിന്നും അമ്പരചുംബികളായ കെട്ടുകാഴ്ചകൾ ഭരണിനാളിൽ ക്ഷേത്രത്തിലെത്തിക്കും. 90 മുതൽ 120 അടി വരെ ഉയരമുള്ള കൂറ്റൻ കെട്ടുകാഴ്ചകളാണ് ഓരോ കരക്കാരുടെയും കൂട്ടായ്മയിൽ സമർപ്പിക്കപ്പെടുന്നത്. കുംഭമാസത്തിലെ ശിവരാത്രി നാളിൽ ആരംഭിക്കുന്ന നിർമ്മാണ ജോലികൾ ഭരണി നാളിൽ പുലർച്ചയോടെ പൂർത്തീകരിക്കപ്പെടും. 95% പൂർത്തിയായിരിക്കും. ഇനി കൂടാരം കൂടെ കയറ്റി അങ്ങോട്ട് മാറ്റാനുള്ള ഒരു ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ബാക്കി എല്ലാ പണികളും പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഏതാനും കുറച്ച് പണികൾ മാത്രമേ ഉള്ളൂ. അത് ഏതായാലും ആ ഉച്ചയ്ക്ക് മുമ്പായിട്ട് അത് തീർക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഞങ്ങളെല്ലാവരും. പ്രധാനുഷ്ഠാനത്തോടെയുള്ള കെട്ടുകാഴ്ച നിർമ്മാണവും എഴുന്നള്ളിപ്പും ഓണാട്ടുകരയുടെ ഐക്യവും കരുത്തും വിളിച്ചോതുന്നു. ചെട്ടിക്കുളങ്ങര ശ്രീദേവി വിലാസ ഹിന്ദുമത കൺവെൻഷന്റെ നേതൃത്വത്തിലാണ് കുംഭഭരണി മഹോത്സവം സംഘടിപ്പിക്കപ്പെടുന്നത്. അമ്മയുടെ തിരുനാളായ കുംഭമാസത്തിലെ ഭരണിനാളിൽ നടത്തി വരാറുള്ള എല്ലാ ഒരുക്കങ്ങളും ബഹുമാനപ്പെട്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡും 13 കരകളുടെ ഏകീകൃത സംഘടനയായ ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷൻ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ പൂർവാധികം ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ശിവരാത്രി നാളിൽ ഓരോ 13 കെട്ടുകാഴ്ചകളാണ് അമ്മയുടെ മക്കൾ ഇവിടെ അണിയിച്ചൊരുക്കി കൊണ്ടുവരുന്നത്. ശിവരാത്രിയുടെ അന്ന് തുടങ്ങിയ പണികൾ ഏതാണ്ട് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. 3 മണിയോടുകൂടി ഓരോ കരകളിൽ നിന്നും കെട്ടുകാഴ്ചകൾ ക്ഷേത്രത്തിലേക്ക് പ്രയാണം ആരംഭിക്കുകയും ഏതാണ്ട് 5:30 ഓരോ കരകളുടെ ക്രമമനുസരിച്ച് കെട്ടുകാഴ്ചകൾ കാഴ്ചക്കണ്ടത്തിൽ അണിനിരുന്നതിന് ശേഷം 13ാമത്തെ കെട്ടുകാഴ്ചയും കാഴ്ചക്കണ്ടത്തിൽ അണിനിരുന്നതിന് ശേഷം അമ്മയുടെ ദീപാരാധന നടക്കുകയും അതിനുശേഷം ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് ഓരോ കരകൾക്കും അംഗീകരിച്ച് നൽകിയ ഗ്രാൻഡ് വിതരണ സമ്മേളനം. ഭരണി നാളിൽ വൈകിട്ട് 4 മണിയോടെ ഓരോ കരയിൽ നിന്നുള്ള കെട്ടുകാഴ്ചകൾ ക്ഷേത്രത്തിലേക്കുള്ള പ്രയാണം തുടങ്ങും. ഈരേഴ് തെക്ക് മുതൽ മറ്റൻ തെക്ക് വരെയുള്ള കരകളിൽ നിന്നുള്ള കെട്ടുകാഴ്ചകൾ ക്രമത്തിൽ കാഴ്ചക്കണ്ടത്തിൽ അണിനിരക്കും. കെട്ടുകാഴ്ചകൾക്ക് മുന്നിലേക്ക് പുലർച്ചയോടെ ദേവി എഴുന്നള്ളി അനുഗ്രഹം ചൊരിയുന്നതോടെ ഭരണി മഹോത്സവത്തിന് തിരശ്ശീല വീഴും. കെട്ടുകാഴ്ചകൾ അണിനിരക്കുന്ന ദൃശ്യവിസ്മയം കാണാൻ 10,000-കണക്കിന് വിശ്വാസികളാണ് ഭരണി മഹോത്സവത്തിന് എത്തിച്ചേരുക. വൻ സുരക്ഷാ ക്രമീകരണവും ഉത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. വിജീഷ് കുമാർ, ദൂരദർശൻ ന്യൂസ്, ആലപ്പുഴ.